വയനാട് എന്തുകൊണ്ട് വീണ്ടും വീണ്ടും ഇടിഞ്ഞു വീഴുന്നു? പ്രകൃതിയുടെ മുന്നറിയിപ്പോ മനുഷ്യന്റെ പിഴവോ? ഒരു മലയുടെ മുകളിൽ നിങ്ങൾ നിൽക്കുകയാണെന്ന് ഒന്ന് സങ്കല്പിക്കൂ. ചുറ്റും കോടമഞ്ഞ്, പച്ചപ്പ്, തണുത്ത കാറ്റ്, കണ്ണെത്താ ദൂരത്തോളം നീണ്ടു നിൽക്കുന്ന വനങ്ങൾ. ഈ സൗന്ദര്യം കാണാൻ ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകളാണ് വയനാട്ടിലേക്ക് എത്തുന്നത്. പക്ഷേ ഈ മനോഹരമായ മലനിരകളുടെ അടിയിൽ മറ്റൊരു കഥയുണ്ട്. നിശബ്ദമായി രൂപപ്പെടുന്ന വിള്ളലുകളുടെ കഥ. വർഷങ്ങളായി അടിഞ്ഞുകൂടിയ സമ്മർദ്ദത്തിൻ്റെ കഥ. ഒരു രാത്രി ശക്തമായ മഴ പെയ്യുമ്പോൾ ആ മലയുടെ ഒരു ഭാഗം പെട്ടെന്ന് താഴേക്ക് പതിക്കുന്ന കഥ. ഇന്ന് നമ്മൾ ഒരു അപകടത്തിൻ്റെ വാർത്ത പറയാൻ പോകുന്നില്ല. അതിനപ്പുറമുള്ള ഒരു വലിയ ചോദ്യത്തിനാണ് ഉത്തരം തേടുന്നത്. എന്തുകൊണ്ടാണ് വയനാട് വീണ്ടും വീണ്ടും ഇടിഞ്ഞു വീഴുന്നത്? ഇത് പ്രകൃതിയുടെ സ്വാഭാവിക ചക്രമാണോ? അതോ മനുഷ്യൻ പ്രകൃതിയോട് നടത്തിയ ഇടപെടലുകളുടെ വിലയാണോ? ഈ വീഡിയോ അവസാനിക്കുന്നതുവരെ കണ്ടാൽ വയനാടിൻ്റെ മണ്ണിടിച്ചിലിൻ്റെ യഥാർത്ഥ കാരണം, ലോകത്തിലെ മറ്റ് രാജ്യങ്ങൾ ഇത് എങ്ങനെ നിയന്ത്രിക്കുന്നു, കേരളം ഇനി എന്ത് ചെയ്യണം എന്നതുവരെ വ്യക്തമായി മനസ്സിലാക്കാം. വയനാട് ഒരു സാധാരണ മലമ്പ്രദേശമല്ല. വയനാട് പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണ്. പശ്ചിമഘട്ടം ഇന്ത്യയിലെ ഏറ്റവും പ്രായം ചെന്ന മലനിരകളിൽ ഒന്നാണ്. ഏകദേശം 15 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഉരുവപ്പെട്ട ഈ മലനിരകൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജൈവ വൈവിധ്യ കേന്ദ്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ പ്രായം കൂടുന്തോറും മലകൾക്ക് മാറ്റവും സംഭവിക്കുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളായി മഴയും കാടും ചൂടും തണുപ്പും ചേർന്ന് പാറകളെ പതുക്കെ ദുർബലമാക്കി. ഇന്ന് നാം കാണുന്ന മലയുടെ മുകളിലെ മണ്ണ് വളരെ ആഴമില്ലാത്തതാണ്. അതിൻ്റെ അടിയിൽ വിള്ളലുകൾ നിറഞ്ഞ പാറകൾ. അതിനാൽ മഴവെള്ളം എളുപ്പത്തിൽ മണ്ണിനുള്ളിലേക്ക് കയറുന്നു. മണ്ണ് വെള്ളം കൊണ്ട് നിറയുമ്പോൾ ഭാരം വർദ്ധിക്കുന്നു. അവസാനം ഗുരുത്വാകർഷണ ബലം ആ മണ്ണിനെ താഴേക്ക് വലിക്കുന്നു. അതാണ് മണ്ണിടിച്ചിൽ. അതായത് വയനാട് സ്വാഭാവികമായി തന്നെ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള പ്രദേശമാണ്. പക്ഷേ ഒരു ചോദ്യം ഇതാണ്: മുമ്പ് ഇത്രയും വലിയ ദുരന്തങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പോൾ എന്തുകൊണ്ട് ഇത്രയും കൂടിയത്? മഴ മാറി, കാലാവസ്ഥ മാറി. മുമ്പ് മഴ മണിക്കൂറുകളോളം ശാന്തമായി പെയ്യുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഒരു മാസത്തെ മഴ പെയ്യുന്ന സാഹചര്യമുണ്ടാകുന്നു. ഇതിനെയാണ് ശാസ്ത്രജ്ഞർ എക്സ്ട്രീം റെയിൻഫാൾ ഇവൻ്റ് എന്ന് വിളിക്കുന്നത്. ആഗോളതാപനം കാരണം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജലത്തിൻ്റെ ചൂട് ഉയരുന്നു. കടലിൽ കൂടുതൽ ജലവാംശം രൂപപ്പെടുന്നു. അത് മലകളിൽ എത്തുമ്പോൾ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കനത്ത മഴയായി പെയ്യുന്നു. മണ്ണിന് ആ വെള്ളം ഉൾക്കൊള്ളാൻ കഴിയില്ല. വെള്ളം പെട്ടെന്ന് മണ്ണിനുള്ളിലേക്ക് കയറുന്നു. മണ്ണിൻ്റെ പിടുത്തം നഷ്ടമാകുന്നു. അങ്ങനെ മല ഇടിഞ്ഞു വീഴുന്നു. അതുകൊണ്ട് ഇന്നത്തെ മണ്ണിടിച്ചിൽ വെറും മഴയുടെ പ്രശ്നമല്ല, മഴയുടെ സ്വഭാവം മാറിയതാണ് പ്രധാന കാരണം. വനനശീകരണം എത്ര വലിയ അപകടകരമാണ്! ഒരു വലിയ മരത്തിൻ്റെ വേരുകൾ ചിലപ്പോൾ 10,000 ലിറ്റർ വെള്ളം മണ്ണിൽ നിയന്ത്രിച്ചു നിർത്തുന്നു. വേരുകൾ മണ്ണിനെ കെട്ടിപ്പിടിക്കുന്നു. മഴവെള്ളത്തിൻ്റെ വേഗത കുറയ്ക്കുന്നു. മണ്ണ് ഒഴുകിപ്പോകാതിരിക്കാൻ സഹായിക്കുന്നു. ഇപ്പോൾ ആ വനം വെട്ടിമാറ്റിയാൽ എന്താകും? മണ്ണിനെ പിടിച്ചു നിർത്തുന്ന സ്വാഭാവിക സംവിധാനം ഇല്ലാതാകും. മഴ പെയ്യുമ്പോൾ വെള്ളം നേരിട്ട് മണ്ണിൽ പതിക്കും. മണ്ണ് ദുർബലമാകും. ചെറിയ വിള്ളലുകൾ വലിയ മണ്ണിടിച്ചിലുകളായി മാറും. വയനാട്ടിൽ പതിറ്റാണ്ടുകളായി വനപ്രദേശങ്ങൾ കൃഷിക്കും താമസത്തിനും മറ്റ് വികസന പ്രവർത്തനങ്ങൾക്കും വേണ്ടി മാറ്റപ്പെട്ടിട്ടുണ്ട്. ഇത് മലയുടെ സ്വാഭാവിക പ്രതിരോധ ശേഷി കുറച്ചിട്ടുണ്ട്. ക്വാറികൾ, റോഡുകൾ, തുരങ്കങ്ങൾ. ഒരു മല സ്വാഭാവികമായി നിലകൊള്ളുന്നത് അതിൻ്റെ ഭാരം എല്ലാ ദിശകളിലേക്കും തുല്യമായി വിതരണം ചെയ്യുന്നതിലാണ്. എന്നാൽ ഒരു ഭാഗം ക്വാറി വഴിവെട്ടിമാറ്റിയാൽ മലയുടെ ബാലൻസ് മാറുന്നു. റോഡ് നിർമ്മിക്കുമ്പോൾ മലയുടെ അടിഭാഗം മുറിക്കുന്നു. തുരങ്കം നിർമ്മിക്കുമ്പോൾ പാറയുടെ ഉള്ളിൽ മാറ്റം വരുന്നു. ചിലപ്പോൾ സ്ഫോടനങ്ങളും തുടർച്ചയായ വൈബ്രേഷനുകളും ഉണ്ടാകും. ഇവ എല്ലാം ചേർന്ന് മലയുടെ സ്ഥിരത കുറയ്ക്കാൻ ഇടയാക്കും. എല്ലാ ക്വാറികളും അപകടകാരികളാണെന്ന് പറയാനാവില്ല. പക്ഷേ ശാസ്ത്രീയ പഠനങ്ങളില്ലാതെ, ഭൂമിയുടെ ശേഷി വിലയിരുത്താതെ നടത്തുന്ന പ്രവർത്തനങ്ങൾ അപകട സാധ്യത വർദ്ധിപ്പിക്കും. റിസോർട്ടുകളും വിനോദസഞ്ചാരവും. വയനാട് കേരളത്തിൻ്റെ ഏറ്റവും പ്രിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകൾ എത്തുന്നു. വിനോദസഞ്ചാരം സാമ്പത്തിക നേട്ടം നൽകുന്നു. എന്നാൽ നിയന്ത്രണമില്ലാത്ത വികസനം പ്രശ്നമാണ്. മലമുകളിൽ റിസോർട്ടുകൾ, ചെരുവുകളിൽ പാർക്കിംഗ്, വലിയ കോൺക്രീറ്റ് നിർമ്മാണങ്ങൾ, സ്വാഭാവിക ജലചാനലുകൾ അടയ്ക്കൽ, മണ്ണിൻ്റെ ഭാരം വർദ്ധിപ്പിക്കുന്ന നിർമ്മാണങ്ങൾ, ഇതെല്ലാം അപകട സാധ്യത കൂട്ടുന്നു. എന്തുകൊണ്ട് ഒരേ സ്ഥലങ്ങളിൽ വീണ്ടും വീണ്ടും ദുരന്തങ്ങൾ? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒരു പ്രദേശത്ത് മണ്ണിടിച്ചിൽ സംഭവിച്ചാൽ ആ മല വീണ്ടും പഴയതുപോലെ ശക്തമാകില്ല. അവിടെ പുതിയ വിള്ളലുകൾ ഉണ്ടാകും. മണ്ണിൻ്റെ ഘടന മാറും. അടുത്ത വലിയ മഴയിൽ വീണ്ടും അതേ പ്രദേശം അപകടത്തിലാകാം. അതുകൊണ്ടാണ് പല സ്ഥലങ്ങളും ലാൻഡ്സ്ലൈഡ് ഹോട്ട്സ്പോട്ട് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത്. അവിടെയാണ് സ്ഥിരമായ നിരീക്ഷണം ആവശ്യം. ലോകം എന്താണ് ചെയ്യുന്നത്? ജപ്പാൻ മലയോര പ്രദേശങ്ങളിൽ ആയിരക്കണക്കിന് സെൻസറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. മണ്ണിൻ്റെ നീക്കം, മഴയുടെ അളവ്, ഭൂഗർഭജലത്തിൻ്റെ സമ്മർദ്ദം ഇവയെല്ലാം തത്സമയം നിരീക്ഷിക്കുന്നു. അപകട സാധ്യത കൂടിയാൽ മൊബൈലിലേക്ക് മുന്നറിയിപ്പെത്തും. നോർവേ ചരിവുകൾ ലേസർ ഉപയോഗിച്ച് നിരീക്ഷിക്കുന്നു. ഒരു പാറ ഏതാനും മില്ലിമീറ്റർ പോലും നീങ്ങിയാൽ അധികൃതർക്ക് വിവരം ലഭിക്കും.
സ്വിറ്റ്സർലൻഡ്. ഉയർന്ന അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിർമ്മാണത്തിന് കടുത്ത നിയന്ത്രണങ്ങളുണ്ട്. അപകട മേഖലകളുടെ മാപ്പ് പൊതുജനങ്ങൾക്ക് ലഭ്യമാണ്. സ്കൂളിൽ പോലും ദുരന്ത സന്നദ്ധത പരിശീലിപ്പിക്കുന്നു. കേരളം എന്താണ് പഠിക്കേണ്ടത്? കേരളത്തിന് ആവശ്യമായത് ദുരന്തത്തിന് ശേഷമുള്ള രക്ഷാപ്രവർത്തനം മാത്രമല്ല, ദുരന്തം സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതലുകളാണ്. അതിനാവശ്യമായ ചില കാര്യങ്ങൾ: അപകട സാധ്യതയുള്ള പ്രദേശങ്ങളുടെ പുതുക്കിയ മാപ്പ്, നിർമ്മാണ നിയന്ത്രണങ്ങൾ, ക്വാറികളുടെ ശാസ്ത്രീയ വിലയിരുത്തൽ, ഡ്രെയിനേജ് സംവിധാനങ്ങളുടെ സംരക്ഷണം, മലമ്പ്രദേശങ്ങളിൽ വൃക്ഷത്തെ നട്ടുപിടിപ്പിക്കൽ, റിയൽ ടൈം മുന്നറിയിപ്പ് സംവിധാനം, ജനങ്ങൾക്ക് പരിശീലനം. ജനങ്ങളുടെ ഉത്തരവാദിത്തം എന്താണ്? സർക്കാർ മാത്രം എല്ലാം ചെയ്യുമെന്ന് കരുതാൻ കഴിയില്ല. നമ്മളും ഉത്തരവാദികളാണ്. ചെരുവുകളിൽ മാലിന്യം തള്ളരുത്. സ്വാഭാവിക ജല ചാനലുകൾ അടയ്ക്കരുത്. അനുമതിയില്ലാത്ത നിർമ്മാണങ്ങൾക്ക് പിന്തുണ നൽകാതിരിക്കുക. കനത്ത മഴ മുന്നറിയിപ്പ് ലഭിച്ചാൽ അത് ഗൗരവമായി കാണുക. സോഷ്യൽ മീഡിയയിലെ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കാതെ ഔദ്യോഗിക മുന്നറിയിപ്പുകൾ പാലിക്കുക. വയനാടിൻ്റെ ഭാവി. വയനാട് ഇല്ലാതാകുമോ? അല്ല. പക്ഷേ പഴയ രീതിയിൽ വികസനം തുടരുകയാണെങ്കിൽ അപകട സാധ്യത വർദ്ധിക്കും. ശാസ്ത്രീയമായ പദ്ധതികളും പരിസ്ഥിതി സംരക്ഷണവും ഒരുമിച്ച് നടപ്പാക്കിയാൽ വയനാട് സുരക്ഷിതമായ ഭാവി സൃഷ്ടിക്കാൻ കഴിയും. പ്രകൃതിയെ ജയിക്കാൻ മനുഷ്യന് കഴിയില്ല, പക്ഷേ പ്രകൃതിയെ മനസ്സിലാക്കി അതിനൊപ്പം ജീവിക്കാൻ മനുഷ്യന് കഴിയും. അതാണ് യഥാർത്ഥ വികസനം. വയനാട്ടിലെ ഓരോ മണ്ണിടിച്ചിലിലും നമ്മളോട് ഒരു ചോദ്യം ചോദിക്കുന്നു: ഞാൻ ഇടിഞ്ഞു വീണത് മഴ കൊണ്ട് മാത്രമാണോ, അല്ലെങ്കിൽ നിങ്ങൾ വർഷങ്ങളായി എന്നെ ദുർബലമാക്കിയതിൻ്റെ ഫലമാണോ? ഉത്തരം ഒരുപക്ഷെ രണ്ടിൻ്റെയും മധ്യത്തിലായിരിക്കും. പ്രകൃതി തൻ്റെ നിയമങ്ങൾ പാലിക്കുന്നു, പക്ഷേ ആ നിയമങ്ങളെ അവഗണിക്കുന്നത് മനുഷ്യനാണ്. വയനാട് നമ്മൾ കാണുന്നത് മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല, അത് ജീവിക്കുന്ന ഒരു മലനിരയാണ്. ആ മലയുടെ പരിധികൾ നാം തിരിച്ചറിയണം. ഇല്ലെങ്കിൽ ഓരോ മഴക്കാലവും ഒരു പരീക്ഷണമായി മാറും. അടുത്ത തലമുറയ്ക്ക് നാം കൈമാറേണ്ടത് ദുരന്തങ്ങളുടെ ചരിത്രമല്ല, സുരക്ഷിതമായ ഒരു വയനാടാണ്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വയനാട്ടിൽ മണ്ണിടിച്ചിൽ വർദ്ധിക്കുന്നത് പ്രധാനമായും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതോ മനുഷ്യൻ്റെ നിയന്ത്രണമില്ലാത്ത വികസനത്തിൻ്റെ ഫലമാണോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പങ്കുവയ്ക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത്തരത്തിലുള്ള ശാസ്ത്രീയ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.